കൊല്ലം അഷ്ടമുടി സഹകരണ ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന രോഗത്തിന് ശസ്ത്രക്രിയ നടത്തിയ പരവൂർ സ്വദേശി വിനീതയുടെ 2 വിരലുകളുടെ ചലനം നഷ്ടപ്പെട്ടു. ഡോക്ടർ ജേക്കബ് ജോണിനെതിരെയാണ് കുടുംബത്തിന്റെ പരാതി. ജൂനിയർ ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതാണ് പിഴവിന് കാരണം എന്നാണ് ആരോപണം. ഷമീർ അബ്ദുൾ ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. ഷമീർ, കുടുംബം ആരോപിക്കുന്നത് എന്തൊക്കെയാണ്? ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണങ്ങൾ വരുന്നുണ്ടോ? വിനീത എന്ന യുവതിയുടെ സൗണ്ട് ബൈറ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ സൗണ്ട് ബൈറ്റിൽ അവർ കൃത്യമായി അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത, കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഹഫീസിൻ്റെ കൈയുടെ 3 വിരലുകളുടെ ചലനം ഡോക്ടർ ജേക്കബ് ജോണിൻ്റെ ആശുപത്രിയായ അവിടുത്തെ മെഡിക്കൽ ഡയറക്ടറായ അഷ്ടമുടി ഹോസ്പിറ്റലിലെ ഡയറക്ടർ കൂടിയായ ജേക്കബ് ജോണാണ് അവിടുത്തെ സർജൻ. ഇദ്ദേഹം ഓപ്പറേഷനായി കൊണ്ടുവന്നൊരു രോഗിയെ അദ്ദേഹം ചികിത്സിക്കാതെ പകരം ജൂനിയർ ഡോക്ടറെ കൊണ്ട് ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ 3 വിരലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടതെന്ന് ഹഫീസ് പരാതി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ത്രീ ഈ വാർത്ത കണ്ടതിന് ശേഷം പരവൂർ സ്വദേശിയായ ഒരു സ്ത്രീ നമ്മളെ ബന്ധപ്പെടുകയും അവർക്കും ഇത്തരത്തിലൊരു അനുഭവം ഈ ആശുപത്രിയിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയുന്നത്. അവർ വാഹനം ഓടിക്കുമ്പോൾ ഇവരുടെ വിരലുകൾക്ക് പെരുപ്പ് അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കൊല്ലത്തെ ബെൻസിഗർ ആശുപത്രിയിൽ ഇവർ ചികിത്സയ്ക്ക് പോയത്. ഈ ബെൻസിഗർ ആശുപത്രിയിലും ഈ ഡോക്ടർ കൺസൾട്ടിങ്ങിന് എത്തുന്നുണ്ട്. അവിടെ വെച്ചാണ് ഈ സ്ത്രീയോട് പറയുന്നത് തൻ്റെ ആശുപത്രിയായ അഷ്ടമുടി ആശുപത്രിയിലേക്ക് വന്നാൽ പണം കുറച്ച് ഇത് ശസ്ത്രക്രിയ നടത്തി തരാമെന്ന് പറഞ്ഞു. 3 തുന്നലുകൾ മാത്രം മതി എന്നാണ് അവരോട് പറഞ്ഞത്. പക്ഷേ 13 തുന്നലുകൾ ഇടുകയും ചെയ്തു. ഇതിന് ശേഷം ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവർക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ നൽകിയതുമില്ല. അതിനുശേഷം 3-ാമത്തെ ദിവസം ഈ മുറിവ് ഇളക്കി വെള്ളമൊഴിക്കണമെന്ന് പറഞ്ഞു. തുടർന്ന് അവർ അത് പഴുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് ഇൻഫെക്ഷൻ ആവുകയും അവർ മറ്റ് ആശുപത്രികളുടെ സഹായം തേടി അവർ ചികിത്സ നടത്തുകയും ചെയ്തു. ആ മുറിവ് ഉണക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ, അവർ തയ്യൽ തൊഴിലാളിയാണ്, അവർക്ക് തയ്ക്കാൻ കഴിയുന്നില്ല. അവരുടെ 2 വിരലുകളിലെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നെടുങ്കോലം രാമറാവു ആശുപത്രിയിലെ ചികിത്സയിലാണ് അവരിയ്ക്കുന്നത്. ഇതേ ഡോക്ടർ ഇപ്പോൾ ഈ പരവൂർ സ്വദേശി വിനീതയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവരുടെയാണ് 2 വിരലുകളുടെ ചലനം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചികിത്സാ പിഴവെന്നാണ് വിനീത ആരോപിക്കുന്നത്. നമുക്ക് വിനീതയുടെ പ്രതികരണത്തിലേക്ക് പോവാം. സാർ എന്നോട് പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലുണ്ട്, അഷ്ടമുടിയിലാണ്, അവിടെ വന്ന ചികിത്സാ കാർഡ് ഉണ്ടെങ്കിൽ പൈസയൊന്നും ആവൂല എന്ന്. സാധാരണക്കാരായ എനിക്ക് അതൊരു വലിയ ഇതായിരുന്നു. അന്ന് എന്നോട് ചോദിച്ചു, ഇന്ന് ഓപ്പറേഷൻ ചെയ്യട്ടോ എന്ന് ചോദിച്ചു. അപ്പം മാനുവലായിട്ട് എനിക്ക് ഒത്തിരി ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്താണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം അന്ന് ഓപ്പറേഷൻ ചെയ്യട്ടോ എന്ന് വെച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അപ്പം എന്നെ ഇങ്ങനെ കിടത്തിയപ്പം ആദ്യം ഈ കൈയാണ് അവർ സർജറി ചെയ്യാൻ ഒരുങ്ങിയത്, ഇടത് കൈ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ആ കൈയേക്കാളും വേദന എനിക്ക് ഈ കൈയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇവർ സർജറിക്ക് ഈ കൈ ഒരുങ്ങി. ഒരു 6 പാരസെറ്റാമോൾ തന്നു, അല്ല വേറെ ഒന്നുമില്ല. ഷമീർ തുടരുന്നുണ്ട്. ഷമീർ, ഇവരിപ്പോൾ ഈ ചികിത്സാ പിഴവിൽ മറ്റ് പരാതികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടോ? എന്താണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഹഫീസിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വിശദീകരണം ആശുപത്രിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ നേരിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറഞ്ഞത് ഈ സമയത്ത്, അതായത് ഈ ഹഫീസ് ആരോപിച്ച, നേരത്തെ നമ്മൾ കൊടുത്ത വാർത്തയിലെ പരാതിക്കാരനെ ഹഫീസ് ആരോപിച്ച ഡോക്ടർ ആ സമയത്ത് തിയേറ്ററിൽ ഉണ്ടായിരുന്നു എന്ന ഒരു വിശദീകരണമാണ് നൽകിയത്. ഈ ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടറും ഡോക്ടറുടെ അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു എന്നാണ് അന്ന് നൽകിയ വിശദീകരണം. പക്ഷേ ഈ വിനീതയുടെ പരാതിയിൽ ആശുപത്രി ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല.